പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് പുത്തൻതെരുവിലുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ കുറേ നാളുകൊണ്ട് ഫേസ്ബുക്കിലൂടെ ഫ്രണ്ട്സ് അവിടെ പുതിയൊരു ഗാർഡൻ തുടങ്ങിയിട്ടുണ്ട് ബോഗൺവില്ലയുടെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പം ഭയങ്കര വിശാലമായിട്ടുള്ള ബോഗൺവില്ലയുടെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. അപ്പം ഇത് വരുന്നതായിട്ട് നമ്മുടെ പുത്തൻതെരുവിൽ മെമ്മറീസിന് ഹോട്ടലിന് ഓപ്പോസിറ്റ് സൈഡ്. ഇത് ഏത് വെറൈറ്റിയാണ്? ഇത് ഫ്ലെയിം റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്യുന്നത് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. അടച്ചുള്ള മഴ നമുക്ക് ഒരു നല്ലോണം അടച്ചു പെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് മാത്രമേ പൂവില്ലാതിരിക്കത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് ഈ ചെടികൾക്ക് നല്ലതാണ്. നൈട്രജൻ കണ്ടന്റ് കൂടുതൽ കിട്ടത്തില്ല. ഇത്രയും നന്നായിട്ട് പൂക്കാൻ വേണ്ടിട്ട് എന്തോ നമ്മളിവിടെ ചെയ്യുന്നത്? ഇത് ഫ്ലെയിം റെഡിന്റെ മദർ പ്ലാന്റ് ആണ്. ഇത് ആദ്യം പിന്നെ ചട്ടിയിൽ കരിയില ഇട്ടിട്ട് മണലും മണ്ണും, ഞാൻ മണലാണ് കൂടുതൽ ചേർക്കുന്നത്, നാട്ടുമണൽ ചേർക്കും, ഉമ്മി ചേർക്കും, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിണ്ണാക്ക് ചേർത്ത് മിക്സ് ചെയ്ത് പൊട്ടി നിറച്ചിട്ട് പിന്നെ നമ്മൾ മാസത്തിൽ ഇത് പ്ലാന്റ് സെറ്റായി പിന്നെ ഫ്ലവറിങ് തുടങ്ങിക്കഴിഞ്ഞാൽ മാസത്തിൽ ഒരു തവണ ഫാക്ടം ബൂസ് ഇട്ട് കൊടുക്കും. ഒരു ചട്ടിയോട് ചേർത്തൊരു 5 ഗ്രാം 10 ഗ്രാം. പിന്നെ നമ്മുടെ കൃഷിയുടെ തന്നെ വെച്ച് ചാണകത്തിനകത്ത് കടലപ്പിണ്ണാക്ക് വെപ്പിണ്ണാക്ക് കൊടുപ്പിച്ചിട്ട് അത് മാസത്തിലൊരിക്കൽ എൻ്റെ പ്ലാന്റുകൾ ഞാനതാ ചെയ്യുന്നത്. പിന്നെ ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ് യൂസ് ചെയ്യണം. പെസ്റ്റിസൈഡ് മാസത്തിലേക്ക് ഫംഗിസൈഡും പെസ്റ്റിസൈഡും മിക്സ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ചേർത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്താൽ അതിന് കുരുടിപ്പൊന്നും വരത്തില്ല. പുഴുവിന്റെ ശല്യം ഉണ്ടോ? പുഴുവിന്റെ ശല്യം അങ്ങനൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ പെസ്റ്റിസൈഡ് യൂസ് ചെയ്യാമെങ്കിൽ അതിനുള്ള പ്രിവെൻഷനായിട്ട് നമ്മൾ ചെയ്യാമെങ്കിൽ അതങ്ങനെ വരുത്തും. പിന്നെ 19 മാസത്തിലൊരിക്കൊന്ന് സ്പ്രേ ചെയ്ത് 10-20 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്താൽ പൂക്കൾക്ക് വലിപ്പവും കളറും ഒക്കെ ഉണ്ടാവും. ഈ സീസണില്ലാത്ത സമയത്ത് ഹൈബ്രിഡിനകത്ത് പൂക്കൾ ഉണ്ടാകാറുണ്ടോ? ഉണ്ട്. എന്നുവെച്ചാൽ ചെറിയൊരു ഷെയ്ഡിൽ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ബോഗൺവില്ല നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുന്നില്ലേ, അപ്പോൾ നമ്മളൊരു UV ഷീറ്റ് ഇട്ട് ഒരു ഷെയ്ഡ് പോലെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ പ്രശ്നമില്ല, നല്ല വെയിലത്തായിരിക്കും നല്ലത്. എന്നാലും മഴയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാമെങ്കിൽ UV ഷീറ്റിൻ്റെ അടി വെച്ചാൽ എന്നും പോകും, മഴക്കാലത്തും പോകും. ഈ മഴക്കാലത്ത് നമ്മൾ ഈ വളം എല്ലാം ചെയ്ത് കൊടുക്കണം ഇല്ലയോ? മഴക്കാലത്ത് വളം ചെയ്ത് കൊടുക്കണം. ഗിസൈഡൊക്കെ മാസത്തിലൊരിക്കൽ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്, മാസത്തിലൊരിക്കൽ ചെയ്യാറുണ്ട്. ചെയ്താൽ നല്ലതാണ്. ഹൈബ്രിഡ് വെറൈറ്റീസ് നമ്മൾ എല്ലാ സാധനവും പരിപാലിക്കുന്ന വിളിക്കും അതിൻ്റെ ഒരു. നേരത്തെ